പാർട്ടി സൈലന്റ് ആണോ? പിണറായി അഡ്ജസ്റ്റ് ചെയ്ത് സമരങ്ങളൊന്നും നാട്ടിൽ കാണുന്നില്ല. ഇല്ല, ഞാൻ ഏറ്റെടുത്ത ഒന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പൊ അത് ഈ മാസപ്പടി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കമ്പനിയുടെ പേര് പറയാൻ സ്വാതന്ത്ര്യമില്ല, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പേരോ മകളുടെ പേരോ പറയാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനെ എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ട്, എനിക്ക് മിണ്ടാൻ എന്റെ വായ കൂട്ടിയിട്ടേക്കാണ്. അപ്പൊ അതിന് ഞാൻ അപ്പീൽ കൊടുത്തിരിക്കുക. അപ്പീൽ ഇന്ന് ഓഡിയൻസിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഹിയറിംഗ് കഴിയും. ആ SFI കേസിൽ ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് സംഭവിച്ചു എന്നതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിൽ കൃത്യമായി SFI അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് SFI കോടതി സമർപ്പിച്ചിട്ടുണ്ട്. അതിന്മേൽ സ്റ്റേ നിൽപ്പുണ്ട്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെടും. കാരണം ആ കാര്യത്തിൽ സംശയമായി. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ ഞാൻ അംഗത്വം എടുക്കുന്നത് ജനുവരി മാസം 31-ാം തീയതിയാണ്. അന്ന് ഈ പാർട്ടിയുടെ അധ്യക്ഷനും ഇന്ന് ഈ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനുമായ നഡ്ഡാജിയോട് ഞാൻ ചോദിച്ചു, എനിക്ക് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ സ്വാതന്ത്ര്യം തരുന്നു. അപ്പോൾ പുള്ളി അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ കേസ്? ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു. ഈ പാർട്ടി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും നിങ്ങൾക്ക് ഈ കേസുമായി മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞാൽ എന്നെ കിട്ടും. ഈ നിമിഷം വരെയും ഇതിന് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഇന്ന് സംസ്ഥാന പ്രസിഡന്റാക്കി രാജീവ് ചന്ദ്രശേഖരനും ഈ രണ്ട് ആളുകളും എനിക്ക് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇന്നും തന്നിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഞാനത് എല്ലാം പറയുന്നത് വരുന്ന ദിവസങ്ങളിൽ ഇനി ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇവിടെ നടന്നിട്ടുള്ള അഴിമതിയുടെ എന്തിനു വേണ്ടി ഈ ഫ്രോഡ് നടന്നു എന്നുള്ളൊരു ചോദ്യം അവശേഷിപ്പിക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഫ്രോഡ് നടന്നു എന്നുള്ളൊരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കാശ് കൊടുക്കുമോ? ഇല്ല. അപ്പൊ എന്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾ കാശ് മേടിച്ചു? അത് മുഖ്യമന്ത്രിക്കുള്ള കാശായിരുന്നു, നമുക്ക് എല്ലാവർക്കും കാശായിരുന്നു. പക്ഷെ അത് തെളിയിക്കപ്പെടേണ്ടതല്ലേ? അപ്പൊ ആ അത്തരത്തിൽ തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും CBIയുടെയും അന്വേഷണം തുടർന്ന് ആവശ്യമാണ്. അതിനുമേലുള്ള ഒരു CBI എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് ഹൈക്കോടതി നിൽക്കുന്നുണ്ട്. അത് ജൂലൈ 2-ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പായി തന്നെ തീർച്ചയായിട്ടും എന്റെ ഭാഗത്തു നിന്നും നടക്കുക. ഞാനത് പുറകെ പറഞ്ഞോളാം, എല്ലാവർക്കും പറയണം, വിശദമായി നിങ്ങളെടുത്ത് പറയാം. EDയും CBIയും കൊണ്ടുവരേണ്ടതാണ്. ഈ കേസിൽ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് EDയുടെയും CBIയുടെയും ഇന്റർഫറൻസ് ആണ്. അത് ആവശ്യമാണ് ഈ കേസ്. കാരണം ഇതിനി അടുത്ത ഘട്ടത്തിൽ അവരാണ് അന്വേഷിക്കുന്നത്. SFI അവരുടെ ജോലി വളരെ വൃത്തിയായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് എനിക്ക് കോപ്പി ലഭിച്ചു. ആ അന്വേഷണ റിപ്പോർട്ടിൽ ഇവരെ കൃത്യമായി പ്രതി ചേർത്തിട്ടുണ്ട്. അവർ ചെയ്ത കുറ്റങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളിലും അത് കൃത്യമായി അവർ പ്രതി ചേർത്തിട്ടുണ്ട്.